ഹലോ, നിങ്ങളൊരു ക്ലോത്തിങ് ബിസിനസ് ഓണറാണ്. നിങ്ങളുടെ ആ ക്ലോത്തിങ് ബിസിനസ് വളർത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളുടെ ക്ലോത്തിങ് ബിസിനസ് നമുക്ക് വളർത്താൻ സാധിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, തുടർച്ചയായിട്ട് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ നമ്മുടെ ഷോപ്പിൽ എത്തിക്കാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ ഓൺലൈനിലൂടെ കസ്റ്റമറെ കണ്ടെത്താനായിട്ട് നോക്കുക. നിങ്ങളുടെ ഷോപ്പ് എന്തും ആയിക്കോട്ടെ, കിഡ്സ് വെയർ, ജെൻസ് വെയർ, ബ്യൂട്ടിക്ക്, ലേഡീസ് എന്തും ആയിക്കോട്ടെ, തുടർച്ചയായിട്ട് പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് കടന്നു വരുന്നതിലൂടെയാണ് നമ്മളുടെ ബിസിനസ് ശരിക്കും വളരുന്നത്. അവിടെയാണ് നിങ്ങളുടെ റവന്യൂ കൂടുകയും അതിന് ആനുപാതികമായിട്ട് നിങ്ങളുടെ ലാഭവും മന്ത്ലി ഇൻകം കൂടുന്നത്. അങ്ങനെയാണ്. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിലവിലുള്ള കസ്റ്റമറെ കൊണ്ട് കൂടുതലായിട്ട് എടുപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ജീൻസ് വാങ്ങാൻ വന്ന ആളെ കൊണ്ട് ഒരു ടീഷർട്ടും കൂടി എടുപ്പിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്സസറീസ് എല്ലാം ഉണ്ടെങ്കിൽ അതും കൂടി എടുപ്പിക്കുക. ആവറേജ് ഓർഡർ വാല്യൂ കൂട്ടുക. പക്ഷേ അതിനൊരു പരിമിതി ഉണ്ട്. എല്ലാ കസ്റ്റമറെയും നമുക്ക് ഫോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരുപാട് ഫോഴ്സ് ചെയ്ത കസ്റ്റമർ പിന്നെ വരാനുള്ള സാധ്യത കുറവാണ്. പിന്നുള്ള ഓപ്ഷനാണ് നമുക്ക് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഒരു ക്ലോത്തിങ് ബിസിനസ്സുള്ള ഒരാൾ രാവിലെ എഴുന്നേറ്റത് മുതൽ ശരിക്കും ബിസിനസ് വളർത്തണമെന്ന ആഗ്രഹമുള്ള ഒരാൾ ചിന്തിക്കേണ്ടത് എങ്ങനെ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ എൻ്റെ ബിസിനസ്സിലേക്ക് തുടർച്ചയായിട്ട് കൊണ്ടുവരാം എന്നാണ്. ഇന്നത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമുക്ക് പുതിയ വിഭാഗം കസ്റ്റമറെ ചീപ്പായിട്ട് കണ്ടെത്താം. അതല്ലെങ്കിൽ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഷോപ്പ് അതേപോലുള്ള സെയിം സാധനം വേറൊരു സിറ്റിയിൽ റെപ്ലിക്കേറ്റ് ചെയ്യണം, വേറൊരു ജംഗ്ഷനിൽ സെയിം സിസ്റ്റം റെപ്ലിക്കേറ്റ് ചെയ്യണം. അത് എക്സ്പെൻസീവാണ്. അവിടെ നിങ്ങൾക്ക് സ്റ്റോക്ക് വേണ്ടതായിട്ട് വരും, അവിടെ നിങ്ങൾക്ക് റെൻറ്റ്, അഡ്വാൻസ് കാര്യങ്ങളെല്ലാം വേണ്ടതായിട്ട് വരും. എല്ലാവരും അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ബിസിനസ് വളർത്താനുള്ള ഒരു പൊസിഷനിൽ ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അത് ബാക്ക് ഫയർ ചെയ്യാം. നിങ്ങളുടെ നിലവിൽ കിട്ടുന്ന ആ ലൊക്കേഷനിൽ കിട്ടുന്ന വാക്കിൻ കസ്റ്റമേഴ്സിനെ ന്യൂ ലൊക്കേഷനിൽ കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധവുമില്ല. പിന്നെ ഉള്ള ഏറ്റവും ബെസ്റ്റ് സേഫായിട്ടുള്ള ഓപ്ഷനാണ് നിങ്ങളുടെ ഷോപ്പിനെ ഓൺലൈനിലേക്ക് മാറ്റുക എന്നുള്ളത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓർഡേഴ്സ് വാട്സപ്പിൽ ലഭിക്കുന്ന സിസ്റ്റം, മോഡേൺ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. ഈ സെയിം ഫിസിക്കൽ ഷോപ്പിനെ വേറൊരു സിറ്റിയിലോ ജംഗ്ഷനിലോ കൊണ്ടുവന്ന് റെപ്ലിക്കേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൺലൈനിലൂടെ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിലവിലുള്ള നിങ്ങളുടെ അസറ്റുകൾ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താനായിട്ട് സാധിക്കും. ഇതാണ് ബുദ്ധിയുള്ള ഒരു ബിസിനസ്സുകാരൻ ചിന്തിക്കേണ്ടത്. എങ്ങനെ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാം. പക്ഷേ ഇത് ചെയ്യുന്നതിന് പകരം പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇൻറ്റീരിയർ കുറച്ചും കൂടി നന്നാക്കുക, നിലവിലുള്ള ലോഗോ മാറ്റുക, അങ്ങനെ കുറേ പൊടിക്കൈകളൊക്കെ ചെയ്തു നോക്കും. എന്തെങ്കിലുമൊക്കെ ചെറിയൊരു സ്പൈക്ക് സെയിലിൽ കണ്ടേക്കാം. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റും ആ ബിസിനസ്സിൽ ഇതൊക്കെ ചെയ്തുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല. പ്രോപ്പറായിട്ട് മാർക്കറ്റിംഗ് പഠിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള സൊല്യൂഷൻ. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ കയ്യിലെന്തോ വിൽക്കാനുണ്ട്, അത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻ. നിങ്ങളുടെ ക്ലോത്തിങ് പ്രൊഡക്റ്റ് അത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള കസ്റ്റമേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. മാർക്കറ്റിൽ ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് ഉണ്ട്. പക്ഷെ അവർ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എങ്ങനെ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇവിടെയാണ് സോഷ്യൽ മീഡിയയ്ക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുക. എവിടെയാണ് ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക. ഈ ഡിജി സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റലി സെയിൽ ജനറേറ്റ് ചെയ്യാൻ ക്ലോത്തിങ് ബിസിനസ് ഉള്ളവരെ ഹെൽപ്പ് ചെയ്യുകയാണ് ഞങ്ങൾ. അധികവും ക്ലോത്തിങ് ഷോപ്പുള്ളവരാണ്. നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി ഷോപ്പുണ്ട്. ഏത് വിറ്റ് പോകുമെന്ന് നിങ്ങൾക്കറിയാം. കസ്റ്റമർ ബിഹേവിയർ നിങ്ങൾക്കറിയാം. വലിയ റിസ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളാണ്. പക്ഷെ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും സാധിച്ചോളണമെന്നില്ല. ഓൾറെഡി ഷോപ്പുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലോത്തിങ് ബിസിനസ് ഉള്ള ഒരാൾക്കാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കസ്റ്റമറെ വേഗത്തിൽ കണ്ടെത്താനും ബിസിനസ് വളർത്താനും സാധിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ക്ലോത്തിങ് ബിസിനസ് ഓണേഴ്സിന് വേണ്ടി പ്രത്യേകം ഇന്ന് കേരളത്തിൽ വേറൊരു സ്ഥാപനവും പഠിപ്പിക്കുന്നില്ല. മോഡേൺ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം, ക്ലോത്തിങ് ഷോപ്പുള്ളവർക്ക് വേണ്ടി മാത്രം വേറൊരു സ്ഥാപനവും പഠിപ്പിക്കുന്നില്ല. ഞങ്ങൾ മാത്രമാണ് ഇത് പഠിപ്പിക്കുന്നുള്ളൂ. മറ്റുള്ളവരെല്ലാം നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരെല്ലാം തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാ ബിസിനസ്സുകാരും അതിലുണ്ടാവും. നിങ്ങൾ പല കോഴ്സുകളിലും അല്ലെങ്കിൽ പല ക്ലാസ്സുകളിലും എല്ലാം പങ്കെടുത്തിട്ടുണ്ടാവും. അവിടെയൊക്കെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. കേട്ടിരിക്കാൻ നല്ല രസമാണ്, പക്ഷേ അതിലധികവും നിങ്ങളുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കുറച്ച് റിയൽ എസ്റ്റേറ്റുകാർക്ക് പറ്റുന്നത്, കുറച്ച് ഫുഡ് ബിസിനസ് ചെയ്യുന്നവർക്ക് പറ്റുന്നത്, കുറച്ച് സർവീസ് മേഖലയിലുള്ളവർക്ക് പറ്റുന്നത്,
എന്നാൽ ഇതിനെല്ലാം നിങ്ങൾ 100% പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു 10% അതിൽ യൂസ്ഫുൾ ആവണുള്ളൂ. 100% നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഒരു 10, 20, 30% നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണുള്ളൂ. പക്ഷെ ഞങ്ങളുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ ബിസിനസ്സിന്, എൻ്റെ ക്ലോത്തിങ് ബിസിനസ്സിന് ഞാനൊരു ഷോപ്പാണ് നടത്തുന്നത്. ജെൻസ് വെയർ ആയിരിക്കാം, കിഡ്സ് വെയർ ആയിരിക്കാം, ലേഡീസ് ആയിരിക്കാം, ബ്യൂട്ടീക്ക് ആയിരിക്കാം. ഇതിന് യൂസ്ഫുൾ ആകുമോ നിങ്ങളുടെ സിസ്റ്റം? ഈ ഡിജി സെയിൽസിൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോത്തിങ് ബിസിനസ് ഓണേഴ്സിന് വേണ്ടി മാത്രം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കിൽ നിന്ന് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ, നിലവിലുള്ളവരല്ല, പുതിയ വിഭാഗം നിങ്ങൾ കാണാത്ത സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള മാർക്കറ്റിലുള്ള കസ്റ്റമേഴ്സിനെ, പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കണ്ടെത്തി നിങ്ങളുടെ വാട്സപ്പിൽ ഓർഡർ കിട്ടുന്ന സിസ്റ്റമാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ആർക്ക് വേണ്ടി? ക്ലോത്തിങ് ബിസിനസ് ഉള്ളവർക്ക് വേണ്ടി മാത്രം. ഇവിടെയാണ് ഞങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി വരുന്നത്. ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നതും ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾ എവിടെയും സെർച്ച് ചെയ്ത് നോക്കുക, കേരളത്തിൽ നിങ്ങൾക്ക് എവിടെയും കാണാനായിട്ട് സാധിക്കില്ല. മലയാള ഭാഷയിൽ ഇതുപോലുള്ള ക്ലാസ്സുകളോ കോഴ്സുകളോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, മോഡേൺ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം. നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളുടെ ബിസിനസ്സിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ക്ലോത്തിങ് ബിസിനസ് ഓണറുടെ തലയിൽ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. വേറെ ഒന്നുമില്ല, കൂടുതൽ സെയിൽ കിട്ടുക എന്നുള്ളതാണ്. കാരണം എന്നാൽ മാത്രമാണ് ആ ബിസിനസ് വളരുള്ളൂ. കാരണം നിങ്ങൾ സ്റ്റോക്ക് എടുത്ത് വെച്ച് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്, നിങ്ങൾ റിസ്ക് എടുക്കുന്നവരാണ്. മറ്റ് ബിസിനസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ വന്നില്ലെങ്കിൽ വന്നില്ല എന്നുള്ളൂ. ഇപ്പോൾ സർവീസ് മേഖലയിലുള്ളവർക്ക് വന്നില്ലെങ്കിൽ വന്നില്ല എന്നുള്ളൂ. പക്ഷെ നിങ്ങളുടെ കേസ് അതല്ല. നിങ്ങളുടെ വന്നില്ലെങ്കിൽ വന്നില്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. കാരണം ഡെഡ് സ്റ്റോക്കായി പോവും, ട്രെൻഡ് ഔട്ടായി പോവും. ഇവിടെ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് കിട്ടണ ലാഭം വേറൊരു സെഗ്മെൻറ്റിൽ ഡെഡ് സ്റ്റോക്ക് ആയി കഴിഞ്ഞാൽ അത് ഇതും കൂടി മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രമാണ് റിയൽ പ്രോഫിറ്റ് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. പേപ്പറിൽ ചിലപ്പോൾ ഇനീഷ്യലി പ്രോഫിറ്റ് ഉണ്ടാവും, പക്ഷേ വേറൊരു സൈഡിൽ കൂടെ ഡെഡ് സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇതിന് കുറയ്ക്കേണ്ടതായിട്ട് വരും. എന്നാലാണ് റിയൽ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരുപാട് ചാലഞ്ചുകൾ ഫേസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഓർഡേഴ്സ് എങ്ങനെയെങ്കിലും ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ പഠിക്കേണ്ടത് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ ഏതെല്ലാം മാർഗത്തിലൂടെ എൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം. ഇന്നത് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണ്. സോഷ്യൽ മീഡിയ വഴി ധാരാളം ക്ലോത്തിങ് ബിസിനസ് ഓണേഴ്സ് പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മോഡേൺ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ക്ലോത്തിങ് ബിസിനസ് ഓണേഴ്സിന് വേണ്ടി, ഷോപ്പുള്ളവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ളത്. ഷോപ്പുള്ള, സ്റ്റോക്കുള്ള, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സ്റ്റാഫ് ഉണ്ടായിരിക്കുക. റിയൽ ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. താഴെ വാട്സപ്പ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഗ്രൂപ്പിൽ. മറ്റ് ക്ലാസ്സുകളും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാർക്കറ്റിംഗ് തിരഞ്ഞെടുത്തിട്ടുള്ളൊരു സ്ഥാപനം. വേറെ എവിടെയും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. മാർക്കറ്റിംഗ്, മോഡേൺ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒരുപാട് പേര് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവരുടെയൊക്കെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചവറ് കാണിക്കുന്ന എല്ലാ ബിസിനസ് ഓണേഴ്സും ഒരു കുഴമ്പ് വരുവാണ്, അവിയൽ വരുവാണ്. എല്ലാം നിങ്ങളിങ്ങനെ പെറുക്കി എടുക്കണം. അതിൽ കുറേ ഒന്നും നിങ്ങൾക്ക് വർക്കൗട്ട് ആവില്ല. ചിലത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് ഫയർ ചെയ്യും. അത് പഠിപ്പിക്കുന്ന പല ആളുകളും ക്ലോത്തിങ് ബിസിനസ് ചെയ്ത് പരിചയമുള്ളവരല്ല. എന്താണ് ആ ഇൻഡസ്ട്രിയുടെ അകത്ത് നടക്കണതെന്ന് അറിവില്ലാത്തവരാണ്. അവർ ജനറലി കുറേ കാര്യങ്ങൾ പറയും. നിങ്ങൾക്ക് വേണ്ടത് സ്പെഷ്യലിസ്റ്റുകളെയാണ്, ജനറലിസ്റ്റുകളെയല്ല. അപ്പോൾ ക്ലോത്തിങ് ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള മോഡേൺ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിച്ച് നിങ്ങളുടെ ബിസിനസ് വളർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഡിജി സെയിൽസിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.